സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഇന്ന് ജൂലൈ 15-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ വരെയുള്ള വാർത്തകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആമുഖമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോകൾ ഈ ഇസ്രയേൽ ഫാൻസായ ഇസ്രയേലിന്റെ ആരാധകരായ കുറച്ചു പേരെങ്കിലും കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവര് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന ആദ്യമേ ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇസ്രയേലിന്റെ ആരാധകർ വിചാരിക്കുന്നത് ഇസ്രയേൽ ലോകത്തെ എത്ര വലിയ വിസ്മയമാണ്, അത്ഭുതമാണ്. ഒരേ സമയം 5-6 രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് അത് കഴിയുന്നുണ്ടോ? അപ്പൊ ആ രാജ്യങ്ങളെയൊക്കെ, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ വിരട്ടി നിർത്തുന്ന, നിരന്തരം അവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്ന ഒരു ഹീറോ പരിവേഷമുള്ള രാജ്യമായിട്ട് ഇസ്രയേലിനെ കാണുന്നവരുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ഇസ്രയേലിലെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്നുവെന്നാണ്. പക്ഷെ അത്തരക്കാരോട് പറയാനുള്ള കാര്യം, ഇസ്രയേലിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രക്ഷോഭ കോട്ടയാണ്. എന്തിന്റെയൊക്കെ പേരിലാണ് അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് എന്ന് സത്യത്തിൽ നമുക്ക് ഇങ്ങനെ എണ്ണി എണ്ണി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം സർക്കാർ ഏത് നിമിഷവും മറിയുമെന്നുള്ള വാർത്തയാണ്. ഇസ്രയേലിലെ സർക്കാർ എന്ന് പറയുന്നത്, നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാർ ഒരു അസ്ഥിര സ്വഭാവമുള്ള സർക്കാരാണ്. അതിന് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാനില്ല. പല ഘട്ടങ്ങളിൽ ഈ കൊളിഷൻ, അവരുടെ ഈ മുന്നണിയിലെ കക്ഷികൾ തന്നെ നെസറ്റ് ഡിസോൾവ് ചെയ്യണമെന്നൊക്കെയുള്ള പ്രമേയങ്ങൾ കൊണ്ടുവരികയും പല സമയങ്ങളിൽ അവർ രാജ്യഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കവിടെ ലിക്വിഡ് പാർട്ടിക്ക് അങ്ങനെ ആധികാരികമായ ഭൂരിപക്ഷമൊന്നുമില്ല. ആ കോളിഷൻ തന്നെ ഇങ്ങനെ പല താല്പര്യങ്ങൾ പേറുന്ന ഒരു മുന്നണിയൊക്കെയാണ്. അപ്പൊ പലവിധമായ വിഷയങ്ങൾ കൊണ്ട് സമാധാന അന്തരീക്ഷം ഒട്ടുമില്ലാത്ത തെരുവുകളാണ് ഇസ്രയേലിന്റെ പകലുകളിലും രാത്രികളിലും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ മണിക്കൂറുകളിലെ സംഭവ വികാസങ്ങളിലേക്ക് വരികയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളിൽ ഒന്ന്, വടക്കൻ ഗസയിൽ ഇന്ന് ഉണ്ടായ ആക്രമണത്തിൽ ഒരു ടാങ്കറിന് നേരെ, സൈനിക ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ, പറയുന്നത് സൈനിക ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നാണ്. സൈനിക ടാങ്കർ സ്വന്തമായി പൊട്ടിത്തെറിക്കില്ലല്ലോ. അപ്പൊ സൈനിക ടാങ്കർ പൊട്ടിത്തെറിച്ച് 3 ഇസ്രയേലി സൈനികർ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ്. അതൊരു ആന്റി ടാങ്ക് ആക്രമണത്തിലാകാനാണ് സാധ്യതയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടാങ്കറിനെതിരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായി. ജബലിയ, വടക്കൻ ഗസയിലെ ജബലിയ മേഖലയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ദൃശ്യം, അതിൽ നമ്മൾ ഈ ഗസയിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകളല്ല, ഈ ഭക്ഷണ വിതരണ ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. 800-ലധികം പേര് കൊല്ലപ്പെട്ടു ഈ ഭക്ഷണ വിതരണ ക്യാമ്പുകളിലേക്ക് നടന്ന വെടിവയ്പിലും ആക്രമണത്തിലും മാത്രം. അങ്ങനെ ഒരു ഭക്ഷണ വിതരണ ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ആ ദൃശ്യങ്ങളിൽ 100 കണക്കിന് പലസ്തീനികൾ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിരന്തരമായി വെടിശബ്ദം മുഴങ്ങുന്നു. അതിൽ ഒരുപക്ഷെ തലനാരിഴയ്ക്ക് എന്ന് പറയുന്നത് പോലെ ഈ ആളുകളുടെ ശരീരത്തിൽ വെടി ഏൽക്കുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ വല്ലാത്ത ഭീതിതമായ ഒരു അന്തരീക്ഷം. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും കൂടി നടത്തുന്ന ഒരു പരിപാടി, ഒരു ഭക്ഷണ വിതരണശാലയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നാണ്. മാനുഷിക ഫൗണ്ടേഷൻ ആണല്ലോ അത്. അങ്ങനെ ഒരു മാനുഷിക ഫൗണ്ടേഷനിലാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ചകൾ എന്നുള്ളത് ലോകത്തെ ഞെട്ടിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രയേൽ പ്രതികരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം വെടിവയ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് ഏതെങ്കിലും തരത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷെ ഗസയിൽ നിന്ന് ഇന്ന് വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, 70-ലധികം പേർ ഇങ്ങനെ ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം അതിൽ പലരും ഭക്ഷണ വിതരണ ക്യാമ്പുകളിൽ ഇങ്ങനെ ഭക്ഷണത്തിന് വരി നിന്നവരായിരുന്നു എന്ന വാർത്തയാണ്. അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഈ ഗസയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് നെതന്യാഹുവിന്റെ ഒരു സ്വപ്നമാണെന്ന്. കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം ഇത് ഇങ്ങനെ 2023 അദ്ദേഹം ഒരു ഹ്യൂമാനിറ്റേറിയൻ ട്രയാങ്കിളിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അത് മാറ്റി ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രോജക്റ്റിനെ വിശേഷിപ്പിക്കുന്നത് നെതന്യാഹുവിന്റെ മുഴുത്ത വട്ട് എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് ഇന്ന് പറഞ്ഞ ഒരു കാര്യം, അതായത് കഴിഞ്ഞ മണിക്കൂറിൽ, ഇന്നെന്ന് പറയുമ്പോൾ ഇന്നിപ്പോ പുലർച്ചെയായി, ഇന്നലെ തിങ്കളാഴ്ച പറഞ്ഞൊരു കാര്യം, ഇത് ഭ്രാന്താണ്, ശരിക്കും നെതന്യാഹുവിന്റെ ഭ്രാന്താണ്. നെതന്യാഹുവും സ്മോട്രിഷും ചേർന്ന് 6 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു മാനുഷിക നഗരം ഗസയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്
ഇദ്ദേഹം പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അതായത് ടെല്ലവീവിന്റെ ഇരട്ടിയിലധികമുള്ള ഒരു നഗരം. അപ്പോ അതിനുള്ള ഈ ക്രൈറ്റീരിയ ഒക്കെ വെച്ചേക്കുന്നത് ഭയങ്കര രസമാണ്. ശരിക്കും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്, ജയിൽ പോലെയാണ്. അവിടേക്ക് വരുന്നവരുടെ ഈ പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിട്ട് അതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്നു. എൻട്രി ചെയ്യാനേ പറ്റൂ, പുറത്തു പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിച്ചാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇവർക്ക് എവിടെയും പോകണമെന്ന്, പുറത്തു പോകണമെന്ന് തോന്നിയാൽ അവരെ പോകാൻ അനുവദിക്കുമോ, അല്ലെങ്കിൽ അഥവാ അവര് നിർബന്ധം പിടിച്ചാൽ അവരെങ്ങനെ തടയും, ഇതിനൊരു വേലി ഉണ്ടാകുമോ, അത് ഒരു വൈദ്യുത വേലി ആയിരിക്കുമോ, എത്ര സൈനികർ ഉണ്ടാകും അതിനെ കാക്കാൻ? ഒരു 6 ലക്ഷം പേര് ആദ്യഘട്ടത്തിൽ, മൊത്തത്തിൽ 10-23 ലക്ഷം പേരെയാണ് അധിവസിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത്രയും വട്ടുപിടിച്ചൊരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് കേൾക്കുന്നത്. അതൊന്ന്. 2, ഇവരിപ്പോ ഇട്ടിരിക്കുന്ന ഒരു വില, അല്ലെങ്കിൽ IDF നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കണക്കൊക്കെ എടുത്തപ്പോൾ 2000 കോടി ഷെക്കൽ വേണം ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഉണ്ടാക്കാൻ. അതായത് ഒരു $600 കോടി വേണമെന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചെലവൊക്കെ ആര് വഹിക്കും? അത് ഇസ്രായേലിന്റെ ഖജനാവിൽ നിന്ന് ജനങ്ങളെ കൊടുക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നെതന്യാഹുവിന്റെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ സർക്കാർ ഇപ്പോൾ ഏത് നിമിഷവും താഴെ വീഴുമെന്നുള്ള അവസ്ഥയാണ് എന്ന്. അപ്പൊ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിവിധ കക്ഷികൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടിയുടെ 2 വിഭാഗങ്ങളുണ്ട്. ആ പാർട്ടിയിൽ 2 വിഭാഗങ്ങളും ഏത് നിമിഷവും, അതിലൊരു വിഭാഗം ഏതാണ്ട് MK മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു രാജിവെക്കാൻ. ആ 2 വിഭാഗവും സർക്കാരിൽ നിന്നുള്ള രാജി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ്. നമ്മൾ ഇറാനെ ആക്രമിച്ചൊരു കാര്യം പറഞ്ഞല്ലോ, അതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്ന്, പ്രതിപക്ഷ പാർട്ടികളും UTJയിലെ കക്ഷികളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നെസറ്റ് പിരിച്ചുവിടാനുള്ള ഒരു പ്രമേയം 11-ാം തീയതി ബുധനാഴ്ച, ജൂൺ 11-ാം തീയതി ബുധനാഴ്ച, അതായത് ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. 11-ാം തീയതി ബുധനാഴ്ചയാണ് അവിടെ ഈ പ്രമേയം വരാനിരുന്നത്. പക്ഷേ ആ പ്രമേയം നെസറ്റിൽ അവതരിപ്പിക്കപ്പെട്ടില്ല. അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ നെതന്യാഹു ഈ കക്ഷികളെല്ലാം വിളിച്ചിട്ട് നിങ്ങൾ ഇറാനെ ആക്രമിക്കാനുള്ള ഈ സുവർണ അവസരം പാഴാക്കരുത്, ഇറാനുമായുള്ള യുദ്ധം എത്രയോ കാലം നീണ്ടുപോകുമെന്ന്, ഇറാനെ തോൽപ്പിക്കുന്നൊക്കെ ആയിരിക്കും നെതന്യാഹു സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. പക്ഷെ 12 ദിവസം കൊണ്ട് വാരി കെട്ടിക്കൊണ്ട് ഓടേണ്ടി വന്നല്ലോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പെന്ന് വെച്ചാൽ, അവരുടെ ആവശ്യങ്ങൾ ഇറാനെ ആക്രമിച്ച ആ യുദ്ധം കഴിയുന്നതോടെ, ഇറാനുമായുള്ള യുദ്ധം കഴിയുന്നതോടെ എല്ലാം ഇപ്പൊ ശരിയാക്കി തരാനാണ് നെതന്യാഹു പറഞ്ഞത്. പക്ഷെ 12 ദിവസം കൊണ്ട് യുദ്ധം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതായത് യഷീവ വിദ്യാർത്ഥികൾക്ക്, ഹരേതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനം അവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട 53,000 പേർക്ക് ഇതിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അയക്കപ്പെട്ടു. അവര് സൈനിക സേവനത്തിന് എത്തിയില്ലെങ്കിൽ അവർ ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വിധേയരാകും. അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിനെ പൊളിച്ചുകൊണ്ട് ഒരു നിയമം നെസറ്റ് പാസ്സാക്കണമെന്നുള്ളതാണ് ആവശ്യം. വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒത്തിരി പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാം. അപ്പൊ ഏതായാലും ഇപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഇന്ന് തന്നെ അവർക്ക് രാജിവെക്കാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും, കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിന്റെ അടിയിൽ ഈ പിന്തുണ പിൻവലിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആരോടാണ്, ഫൈസൽ കിളിമാനൂർ എന്നാണ് പേരെന്ന് തോന്നുന്നു, ഫൈസൽ കിളിമാനൂർ ചോദിച്ചു, ഒരു കമന്റിലൂടെ ചോദിച്ചു, ആരോടാണ് നെതന്യാഹു ഈ സർക്കാർ ഇതിന് പിന്തുണ പിൻവലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് രാജ്യത്തോടാണ് സഹായം അഭ്യർത്ഥിച്ചതെന്ന്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫൈസലെ. ഒരു മന്ത്രിസഭ, ഒരു സർക്കാർ അതിനെ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ ആ രാജ്യത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ ഈ ഭരണമുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹുവിനെ വീഴ്ത്താൻ വേണ്ടി നിൽക്കുന്നത്. നെതന്യാഹു പലരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. നെതന്യാഹു ആദ്യം ഷിൻബെറ്റിന്റെ തലവനെ, ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ തലവനെ ഫയർ ചെയ്തു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുകയായിരുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറ്റോർണി ജനറൽ ഗാരി മിയാറയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്. മിയാറയെ പുറത്താക്കാൻ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ട്രയലൊക്കെ കോടതിയിൽ നടന്ന ദിവസമൊക്കെ ആയിരുന്നു. അതേസമയം ജെറുസലേം ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് ഇന്ന് താൻ നേരിടുന്ന അഴിമതി കേസുകളുടെ വിചാരണയുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനും പോകേണ്ടി വന്നു എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നു. അതുപോലെ ഷാസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി, ഹരേതി പാർട്ടിയാണതും. ആര്യ ഡെറിയാണ് അവരുടെ നേതാവ്. അവര് 11 സീറ്റുള്ള പാർട്ടിയാണത്. അപ്പോ അവരും ഈ 11 സീറ്റ് പ്ലസ് UJTയുടെ 7 സീറ്റും കൂടി ആകുമ്പോൾ 18 സീറ്റാണ്. 18 സീറ്റുകൾ, ഈ 67 എന്നുള്ളതിൽ നിന്ന് 18 സീറ്റുകൾ കുറഞ്ഞാൽ നെതന്യാഹുവിന്റെ സർക്കാർ താഴെ പോയെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പൊ ഈ ഷാസ് പാർട്ടിയൊക്കെ പറയുന്നത് ജൂലൈ 27-ന്, ഇനി 10-12 ദിവസമേ ഉള്ളൂ, നെസറ്റിന്റെ വേനൽക്കാല സമ്മേളനം അവസാനിക്കും. അതിനു മുൻപ് ഈ ഹരേതി വിദ്യാർത്ഥികളെ, ആ വിഭാഗത്തിലുള്ളവർക്ക് നിർബന്ധിത സൈനിക സേവനം
നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരായ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കണം, നെസറ്റിൽ പാസ്സാക്കണം എന്നുള്ള ആവശ്യമാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സർക്കാർ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ബില്ല് എങ്ങനെ പാസ്സാക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. അതേസമയം പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട വാദത്തിൽ നിന്ന് അറ്റോർണി ജനറൽ നേരത്തെ പറഞ്ഞ ബഹാറോ മിയാറ വിട്ടുനിന്നു എന്നുള്ള വാർത്തയാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തെയും നീതിവാഴ്ചയെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു വ്യാജ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതേസമയം ഇവരെ ഫയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹു തന്നെ ഇപ്പൊ നെതന്യാഹുവിനെ ഫയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നണികളിലുള്ളവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെതന്യാഹു അറ്റോർണി ജനറലിനെ ഫയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അറ്റോർണി ജനറലിനെ ഫയർ ചെയ്യുന്നതിനെതിരെ, അവരെ പുറത്താക്കുന്നതിനെതിരെ ടെല്ലവീവിലും ജെറുസലേമിലും വലിയ റാലികൾ പ്രതിഷേധക്കാർ നടത്തിയെന്നുള്ള വാർത്തയാണ്. അതേസമയം ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അദ്ദേഹം ഈ അവരുടെ ഈ മിയാറയുടെ ഈ അറ്റോർണി ജനറലിന്റെ യുദ്ധകാലത്തൊക്കെ അവരുടെ സേവനങ്ങളെ കുറിച്ചൊക്കെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു. അപ്പൊ അതായത് അവിടെ ഈ അറ്റോർണി ജനറലിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. അത് നെതന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ് എന്നുള്ള നിലയിലാണ്. അതേസമയം ഇതൊരു ദേശീയ ആഘാതമാണ് എന്ന നിലയിലൊക്കെയാണ് ഹെർസോഗ് അവിടുത്തെ പ്രസിഡന്റ് പ്രതികരിച്ചത്. അതേസമയം മിയാറയ്ക്ക് മുൻപുള്ള മുൻ അറ്റോർണി ജനറൽ അവിച്ചായ് മണ്ഡൽബ്ലിറ്റ് ഇന്നലെ, അതായത് കഴിഞ്ഞ മണിക്കൂറിൽ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, മിയാറയെ പുറത്താക്കാനുള്ള സർക്കാർ പദ്ധതി ഇസ്രയേൽ ജനാധിപത്യത്തെ പൂർണ്ണമായും നശിപ്പിക്കും എന്നുള്ള സംഭവമാണ്. ജനാധിപത്യ നിയമവാഴ്ചയും ഒക്കെയുള്ള ഒരു രാജ്യം അത് പൂർണ്ണമായും നശിച്ചു പോവുകയാണ് എന്നൊക്കെയാണ്. അപ്പോൾ പുറത്താക്കലിനെതിരെ, എജിയുടെ പുറത്താക്കലിനെതിരെ വലിയ പ്രതിഷേധം ഇസ്രയേലിന്റെ തെരുവോരങ്ങളിൽ അലയടിച്ച മണിക്കൂറുകളാണ് കടന്നുപോയത്. അതേസമയം ഈ കേസുകൾക്ക് ഒന്നും കൂടാതെയാണ് അതിന്റെ കൂടെ ഇപ്പോ നെതന്യാഹുവിന്റെ ഏറ്റവും വിശ്വസ്തനായ അദ്ദേഹത്തിന്റെ എയ്ഡ് എന്ന് പറയാവുന്ന, അതിന്റെ സഹായി എന്ന് പറയാവുന്ന ആളിനെതിരെ ഈ രഹസ്യരേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി എന്നുള്ള ഒരു ആരോപണം വരികയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജൊനാഥൻ യുറിച്ച് വൈകാതെ ചട്ടിയിലാകുമെന്നുള്ള വാർത്ത. അപ്പം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് കുറെ കാര്യങ്ങൾ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ടവനായ ജൊനാഥൻ യൂറിച്ച് ഒരു തരത്തിലും രാജ്യത്തിനെതിരായ ഒരു കാര്യത്തിലും അങ്ങനെയുള്ള രഹസ്യരേഖകളൊന്നും ചോർത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറയുന്നു സന്തോഷ വാർത്ത ഉടനെ പ്രതീക്ഷിക്കാം. ആർക്കാണ് സന്തോഷ വാർത്ത എന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 60 ദിവസം വെടിനിർത്തലുണ്ടാവും. വെടിനിർത്തൽ കഴിയുമ്പോൾ ഈ ബന്ദികളെ വിട്ടുകിട്ടി കഴിയുമ്പോൾ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്താമെന്ന് തന്റെ കൂട്ടാളികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് നെതന്യാഹു ഇങ്ങനെ പിടിച്ചെന്ന് പോകുന്നത്. പക്ഷേ ഈ ഹരേദി ബില്ലുമായി ബന്ധപ്പെട്ട് മിക്കവാറും അടുത്ത ആഴ്ചകൾ തന്നെ അദ്ദേഹം താഴെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. അതേസമയം ഒരു മിലിറ്ററി അനലിസ്റ്റ്, അമേരിക്കയിൽ ഒരു മിലിറ്ററി അനലിസ്റ്റ് നടത്തി ഗസയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി നടത്തിയ നിരീക്ഷണം പ്രധാനമാണെന്ന് തോന്നുന്നു. അതായത് ഗസയിൽ ഒരു ഘട്ടത്തിൽ ഇസ്രയേലിന് ഒരു ഡൊമിനൻസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മായ്ച്ചു കളയപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ. അദ്ദേഹം സൗഫാൻ ഗ്രൂപ്പിലെ ഗവേഷണ ഡയറക്ടറായ കോളിൻ ക്ലാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞ ഒരു കാര്യമാണ്, ദിവസേന നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നിലവിൽ ഇസ്രായേൽ സൈന്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഫലപ്രദമായ പ്രതിവിപ്ലവത്തിന്റെ സാരാംശം ജനങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും കീഴടക്കുക എന്നതാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഗസയിലെ ദുരന്തകരമായ സാഹചര്യം വിപരീത ഫലമാണ് ഉണ്ടാക്കുക, കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും അതെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഈ ഗസയിലെ ഈ ചിത്രങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിത്രങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ചിത്രങ്ങൾ നമ്മളോടൊപ്പം നിലനിൽക്കും. പാശ്ചാത്യ ലോകം ഉൾപ്പെടെ ലോകമെമ്പാടും അവ ഒരു തീവ്രവാദപരമായ പ്രഭാവവും സ്വാധീനവും ചെലുത്തുമെന്നാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഇവരൊക്കെ ഇപ്പോൾ ഇസ്രയേലി ഫാൻസ് ഒക്കെ പറയുന്നത് ഗസയിൽ ഇതാ നൂറുകണക്കിന് ആളുകളെ ഓരോ ദിവസവും കൊന്നുകളയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സമാന്തരമായി തന്നെ അവിടെ ഇസ്രായേൽ സേനയ്ക്ക് എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അതൊന്ന്. രണ്ട്, ഇതെല്ലാം വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ, അവരുടെ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ ആശയങ്ങളെ അങ്ങനെ കുഴിച്ചും കൂടാനാണെങ്കിൽ ജൂത സമൂഹം ഒന്നും ഇന്ന് ലോകത്ത് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നേനെ. അപ്പൊ അതുകൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക, ഗസയിലെ ജനങ്ങളെ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ഈ പദ്ധതിയുമായി നെതന്യാഹു മുന്നോട്ട് പോകുമ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യുന്നു എന്ന് തന്നെയാണ് ലോകത്തെ തലയ്ക്കകത്താള് താമസമുള്ള യുദ്ധ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചുരുളിയായിട്ട് ഗസ മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച്. ആ മരണവലയിൽ ഇങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇസ്രായേൽ സൈനികർ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അയച്ച കമന്റുകളിലൂടെ വളരെ വേഗം ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കണം. പല കമന്റുകളും വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ പൊതുവേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമന്റുകൾ എഴുതുമ്പോൾ
നമുക്ക് അത്രയും പ്രൊവക്കേറ്റീവായ കമന്റുകളാണെങ്കിൽ, മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്ക് പ്രകോപനം തോന്നുന്ന കമന്റുകളാണെങ്കിൽ നമുക്കൊരു മിതത്വം അതിലുണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുകയാണ്. ഏതായാലും നെതന്യാഹുവിന്റെ ദുഷ്ടതരം തന്നെയാണ് കൂടുതൽ പേരും ഈ കമന്റുകളിൽ. ആസിയ, അമ്രിൻ, അതുപോലെ ഫറൂഖ് ടി കെ ആണെന്ന് തോന്നുന്നു. കഴിയുമെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള പേര് കൂടി ഇതിന്റെ കൂടെ ഒന്ന് കമന്റുകൾ എഴുതുന്നതിന് ശേഷമോ അതിന് മുമ്പോ ഒന്ന് ചേർത്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പലർക്കും അവരുടെ പേരുകൾ അവരുടെ ഇപ്പൊ മെയിൽ ID വെച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ ഇതിന്റെ അത് ചിലപ്പോൾ ശരിയായ പേരാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കമന്റുകൾ എഴുതുമ്പോൾ അങ്ങനെയും കൂടി സമയം ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല. അപ്പൊ ഒരു ദുഷ്ടനെയും കാലം വെറുതെ വിടില്ല എന്ന നിലയിലുള്ള കമന്റ് വരുന്നുണ്ട്. 58,000 കുട്ടികളെയും 58,000 അതിൽ കുട്ടികളും പാവപ്പെട്ട സ്ത്രീകളുമുണ്ട്. അവരെ കൊന്നൊടുക്കിയ ഭരണാധികാരിയോട് ദയ കാണിക്കരുത് എന്ന് പറയുന്നത് മുഹമ്മദ് കോയ MK ആണ്. അതുപോലെ മുസ്തഫ PM പറയുന്നു അമേരിക്ക ഇസ്രയേൽ ലോക ഭീഷണി. അബ്ദുട്ടി അബു പറയുന്നു ഇറാൻ ഹമാസിന് നേരിട്ട് ആയുധങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായമെന്ന്. ഉസ്മാൻ മുണ്ടോട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. മലപ്പുറം മല്ലു, അതുപോലെ മജീദ് പൂമല, നല്ല അഭിപ്രായങ്ങൾ നല്ല നിരീക്ഷണങ്ങൾ എന്ന് മജീദ് പൂമല പറയുന്നു. ആരെ പേടിക്കുന്നു? അണുബോംബ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക. അമേരിക്ക പലതും പറയും, അവർ ഉണ്ടാക്കി വെച്ചത് എന്തിന് എന്ന് ചോദിക്കാൻ പാടില്ല. അവർ എല്ലാവരോടും ചോദിക്കും. ഇന്ത്യയോടും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു, പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു, ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ഇന്ത്യയോടും പറഞ്ഞു, പക്ഷെ ഇന്ത്യ അത് കേട്ടില്ല. അതാണ് ആണത്തം എന്നാണ് ഷിഹാബ് ഷാൻ പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പറയുന്നു കുട്ടികളോട് യുദ്ധം ചെയ്യാൻ ഭയങ്കര ആവേശമാണ്, അവർക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്ന്. ആണായി പിറന്ന ഒരുത്തനുമില്ലേ സയനിസ്റ്റുകളെ നിലയ്ക്ക് നിർത്താൻ എന്ന് യാസിൻ മുനീർ പറയുന്നു. ഇനി ഇറാനെ ചതിയിലൂടെ ചൊറിയാൻ പോയാൽ എല്ലാത്തിനും കണക്ക് ഒന്നിച്ചു തീർക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഈച്ചകളെപ്പോലും കടത്താത്ത തള്ള് അയൺഡോമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി വരില്ല എന്ന് ഇന്ത്യൻ പറയുന്നു. അങ്ങനെ കുറേയധികം മെസ്സേജുകളുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കഴിയുമെങ്കിൽ കുറച്ച് മെസ്സേജുകൾ വെച്ച് വായിക്കാം. നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ലൈവായിട്ട് ഈ മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലൈവ് സെഷൻ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വെക്കാം എന്നും വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹമറിയിക്കട്ടെ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ എഴുതുക, ഷെയർ ചെയ്യുക. സ്നേഹം.